ഇന്ന് നമ്മൾ എന്തായാലും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം നേരെ തന്നെ നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ പോർഷ്യയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുതിയ പോർഷ്യയും കാര്യങ്ങളൊക്കെ മേടിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു കാണുക കേസ് പോർഷ്യയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കേസ് നമ്മുടെ സുക്കൂറും കാര്യങ്ങളൊക്കെ ഉറങ്ങി എണിച്ചിട്ടേ ഉള്ളൂ തോന്നുന്നു. എടാ സുക്കൂറെ, ഇന്ന് നമുക്ക് പോർഷ്യയിൽ വെളിയൊക്കെ കറങ്ങാൻ പോവാം. എന്ത് പറയുന്നു നീ? ഫ്രാങ്ക്ലിനെ, നീ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ വിചാരിച്ചു നീ പോർഷ്യ എടുത്തിട്ട് പോയിന്ന്. ഞാനൊന്നും പോർഷ്യ എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. എന്താടാ സുക്കൂറെ നീ പറയുന്നത്? എടാ ഫ്രാങ്ക്ലിനെ, ഇവിടെ പോർഷ്യയും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടാ. പോർഷ്യ അവനെ എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. നീ വേണമെങ്കിൽ പോയി നോക്കിക്കോ. ഗൈസ്, നമ്മുടെ പോർഷ്യ എടുത്ത് കാണാനില്ല എത്ര ഗൈസ്. ഓക്കെ, എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുക്കൂറും കാര്യങ്ങളൊക്കെ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ പോർഷ്യയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നമ്മൾ എടുത്തിട്ട് പോയി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോർഷ്യ എവിടെ പോയി ഗൈസ്? നോക്കിയാൽ നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി എന്തായിപ്പോയി? നമുക്ക് എന്തായാലും നമ്മുടെ ജിമ്മിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എടാ ജിമ്മി, നമ്മുടെ പോർഷ്യയും കാര്യങ്ങളൊക്കെ ആരെങ്കിലും എടുക്കണമെന്ന് നീ കണ്ടോ? നമ്മുടെ പോർഷ്യ കാണാനില്ലേ? എന്താണെന്നാ പറയുന്നത്? ഞാൻ ഒന്നും കണ്ടില്ല കേട്ടാ, ഞാൻ ഇവിടെ ഉറങ്ങിയായിരുന്നു. നിന്നെയൊക്കെ വളർത്തിനെക്കാട്ടി എന്തെങ്കിലും CCTV വെക്കണത് നല്ലത് തോന്നുന്നു. നിന്നെ ഒന്ന് വളർത്തിയിട്ട് കാര്യമില്ലടാ ജിമ്മി. ഗൈസ്, അപ്പോൾ നമ്മുടെ പോർഷ്യയും കാര്യങ്ങളൊന്നും കാണാനില്ല ഗൈസ്. ഇനി എന്ത് ചെയ്യും ഒന്നും അറിയുന്നില്ല. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും പോലീസിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതല്ലാണ്ട് വേറെ ഒരു ചോയ്സിനെ അവിടെ കാണുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പം നേരത്തെ തന്നെ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക. നമ്മുടെ സുക്കൂർ സുക്കൂർ നേരത്തെ തന്നെ എണിക്കും ഗൈസ്. എണിച്ചിട്ട് പോർഷ്യ കാണാനില്ല വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്തിട്ട് പോയി തന്നെ അവന് സ്വാഭാവികം വിചാരിക്കാം. എന്നിട്ട് അവനെ ഉറങ്ങി വിചാരിക്കണം. എന്നിട്ടാണ് സുക്കൂർ പറയുന്നത് നമ്മുടെ പോർഷ്യയും കാര്യങ്ങളൊക്കെ കാണാനില്ല എന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ CCTV ഒന്നും വെച്ചിട്ടുമില്ല. ശരി പറഞ്ഞ ജിമ്മിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മി വെറും വേസ്റ്റാണ് ഗൈസ്. തിന്നിട്ടിരിക്കുന്ന ഒരു മടിയനാണ്, കുഴിമായിട്ട് മടിയെ. ഓക്കെ, അപ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വരാം. അതല്ലാണ്ട് ഒന്നും നമുക്കിവിടെ പോലീസ് കംപ്ലയിൻറ്റ് എടുക്കുമെന്തോ നമുക്ക് അറിയില്ല ഗൈസ്. ഇവിടുത്തെ ഇത് വന്നിട്ട് ഈ സിറ്റിയത്തെ പോലീസും കാര്യങ്ങളെ കുറച്ച് കച്ചറയാണ്. അവന്മാർ വേറെ രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. സാറേ, ഞാനൊരു പുതിയ കാറും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. മേടിച്ച പിറ്റേ ദിവസം നിന്നെ സാധനം കാര്യങ്ങളൊന്നും കാണാനില്ല. രാവിലെയാണ് സാറേ കാണാണ്ടായിരിക്കുന്നത്. കംപ്ലൈന്റ് എഴുതിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഒരു കംപ്ലൈന്റ് എഴുതിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കുക. അതാ നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പോലീസുകാർ ഇങ്ങനെയാണ്. ഇവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരൊക്കെ അല്ലേ കൈക്കൂലി ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കണം പൊട്ടന്മാരാണ്. നമുക്കെന്തായാലും ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നേരത്തെ തന്നെ നമുക്കെന്തായാലും പുക കേസ് ഇവിടെ നിൽക്കണത് അത്ര സേഫ് അല്ല കേട്ടോ. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ കള്ളന്മാരാക്കി വിടും. അതിനെക്കാട്ടി നമുക്ക് കേസ് നമ്മുടെ സുക്കൂറും കാര്യങ്ങൾ കോൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. എടാ ഫ്രാങ്ക്ലിനെ, നമ്മുടെ ഫോറസ്റ്റിൽ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ, അവിടെ കണ്ടു നമ്മുടെ കാർ എന്നാണ് കുറേ പേര് പറയുന്നത്. നീ പോയിട്ട് ഫോറസ്റ്റ് ഏരിയൻ്റെ ഉള്ളിൽ പോയി നോക്ക്. അവിടെ തന്നെ അവന്മാരൊക്കെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, സുക്കൂറിന് കാര്യങ്ങളൊക്കെ കുറേ ഇടപാടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഫോറസ്റ്റ് ഏരിയൻ്റെ അവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ വീട് തീ പിടിച്ച് പോയൊരു വീടാണ് ഗൈസ്. ഈ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ കള്ളന്മാരും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ്. എല്ലാ കച്ചറയും അവിടെ ഉണ്ട്. അത് വേറെ കാര്യം. എനിക്ക് തോന്നുന്നു അവന് സുക്കൂറിൻ്റെ ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ട് തോന്നുന്നു കാറും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു എന്ന് നമ്മുടെ പോർഷ്യ. അവന്മാർ വിൽക്കാണ്ടിരുന്നാൽ മതി ഗൈസ്. നമ്മൾ പുതിയ കാറ് ഷോറൂമിൽ നിന്ന് ഇറക്കിയ സംഭവമാണ്. ഇത് മിസ്സായി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. നമ്മുടെ പുതിയ വണ്ടിയായിരുന്നു. നമുക്ക് എന്തായാലും കത്തിച്ചു വിടാം ഗൈസ്. മാക്സിമം പറ്റണ പോലെ എത്താം. പോലീസ് പറഞ്ഞേരെ അവന്മാർ കേസ് എഴുതിയിട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എഴുതിയിട്ട് പോയിട്ട് ഇവർ എപ്പോൾ കണ്ടുപിടിക്കാനാണ്? അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ ആരാ ഉള്ളത് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. ഈ വീടാണ് കേസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും സൗണ്ട് ഉണ്ടാക്കാണ്ട് പയ്യെ തന്നെ പോകാൻ നോക്കാം. വണ്ടിയും കിടക്കെ അവിടെ നിൽക്കുക. വണ്ടീൻ്റെ സൗണ്ടൊന്നും അവർ കേൾക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും ഗൈസ് വീട്ടിനുള്ളിൽ പയ്യെ പോകണം നല്ലത് തോന്നും കേട്ടോ. ഇവിടെയാണ് സിറ്റിത്തെ എല്ലാ കച്ചറയും നടക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഗൈസ്. അവിടെ ഒരു പുലിയും കാര്യങ്ങൾ കാണുന്നത്. ഇപ്പം ഇല്ലെങ്കിൽ അതിന് നമ്മൾ കടിക്കണ്ടോ. അത് നമ്മളെ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും വിസയിൽ വെക്കുക വേണ്ട ഗൈസ്. അത് അതിൻ്റെ പാട്ടിൽ പോട്ടെ. നമ്മളെ കണ്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വെറുതെ സൗണ്ട് ഉണ്ടാക്കി ഇവിടെ വശലാക്കാൻ നിൽക്കേണ്ട. നമുക്ക് നൈസിൽ തന്നെ ഉള്ളിൽ പോയിട്ട് നടക്കണ വരില്ല. ഇവിടെ ഇതിൻ്റെ ഡോർ എവിടെയാണ്? ഡോറാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഗൈസ് ഇവിടെ ഒരു വഴിയുണ്ട് ഗൈസ്. ഇവിടെയൊന്നും ആരും കാണാനില്ല. നമുക്ക് എന്തായാലും ഈ വീട്ടിൻ്റെ മേലെ തന്നെ പോയി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് എന്തായാലും ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ. നമ്മുടെ സുക്കൂറിന് ഇൻഫർമേഷൻ കിട്ടിയത് റോങ് ആവാണ്ടി ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, അവിടെ കുറേ ചെക്കന്മാർ നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. ഇവന്മാരതിന് പിന്നാലെ. എടാ, എൻ്റെ പോർഷ്യ എവിടെടാ? എല്ലാം പറഞ്ഞോ? ഇല്ലെങ്കിൽ അവിടെ നിന്ന് കത്തിക്കുക എല്ലാത്തിനും.
നിന്നെയൊക്കെ എന്ത് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും എന്താ കാണിച്ചല്ല. എൻ്റെ പുതിയ വണ്ടിനെ ഇട്ടിട്ട് നിങ്ങളെ ഒന്നും വിട്ടാൻ പോകണില്ല കേട്ടോ. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും ഉമ്മാരൊക്കെ ഷൂട്ട് ചെയ്യുക കേസ്. ഷൂട്ട് ചെയ്ത് ഓരോത്തിന് അടിച്ചിട്ടാണ് നോക്കാം. എന്താണ് കേസ് ഇവനൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുന്നത്. എൻ്റെ കാറ് എടുത്ത പോരാണ്ട് ഉമ്മാർക്ക് വലിയ ഡയലോഗ് വരെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ ബാറ്റ് വെച്ചല്ലാണ് നമുക്കിട്ട് കൊട്ടുക കേസ്. 2-3 ഇട്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ പുതിയ ഇവൻ എന്താണ് കേസ് ഇവനിക്ക് എന്തോ ആയിട്ടുണ്ട് തോന്നുന്നു. ഉമ്മാരൊക്കെ എന്താ പറയാമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പുതിയ കാറാണ് പോയത്. ഉമ്മാർ സെയിലാക്കി. അപ്പം നേരെ തന്നെ ഉമ്മാരെ അടിച്ചിട്ടിട്ടേ ഇന്ന് കാര്യമുള്ളൂ കേസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അടിച്ചിട്ടത് ആരോ ഓക്കെ ഗൈസ്. അപ്പം നേരെ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് നോക്കാം. ഇവിടെ നിൽക്കണേ അത്ര സേഫ് അല്ല. ഓക്കെ സോ എനിക്ക് തോന്നി പോലീസ് ഉമ്മാരപ്പോൾ സപ്പോർട്ട് നിൽക്കും ഗൈസ്. ഓക്കെ, എല്ലാ കച്ചറിയും ചെയ്തിട്ട് പോലീസ് നമ്മളെ തല്ലമിട്ട് കണ്ട അതങ്ങനെയാണ് ഗൈസ്. പോലീസ് ഉമ്മാരൊക്കെ ഒരു ഗ്യാങ് ആണ്. ഞാൻ അതാണ് പോലീസിനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ കുറേ നേരം ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യും.